السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عبد الله بن عمر رضي الله عنه قال: بينما نحن نصلي مع رسول الله صلى الله عليه وسلم إذا قال رجل من القوم: الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا. فقال رسول الله صلى الله عليه وسلم: من القائل كلمة كذا وكذا؟ قال رجل من القوم: أنا يا رسول الله. قال: أجبت لها فتحت لها أبواب السماء. قال ابن عمر رضي الله عنه: فما تركتهن منذ سمعت رسول الله صلى الله عليه وسلم يقول. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിലെ 601 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായിൽ നിന്നുള്ള ഒരു സംഭവമാണ് ഈ ഹദീസിലുള്ളത്. വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു സംഗതിയാണ് അതിലുള്ളത്. മാത്രമല്ല, പരിചയമുള്ള ഒരു ദിക്ർ അതിൻ്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. പലപ്പോഴും പെരുന്നാൾ നിസ്കാരങ്ങളിലൊക്കെ തക്ബീറുകളിൽ ആളുകൾ ഇങ്ങനെ പറയാറുമുണ്ട്: അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വാരിദായി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അങ്ങനെ ഒരു ദിക്റില്ല. മറിച്ച് ഇങ്ങനൊരു ദിക്ർ ഉണ്ട് താനും. ആ സംഭവമാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാ: ബൈനമാ നഹ്നു നുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇദ ഖാല റജുലുൻ മിനൽ ഖൗമി, ആ സമൂഹത്തിൽ, ആ കൂട്ടത്തിൽ, ആ ആളുകൾക്കിടയിൽ വെച്ച് ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. ഏത്? ഈ പറഞ്ഞതുപോലെ നമുക്കൊക്കെ അറിയാവുന്നത് പോലെയുള്ള ഈ ഒരു വളരെ ലളിതമായ സുന്ദരമായ ഒരു ദിക്ർ: അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. അതിന്റെ അർത്ഥങ്ങളെക്കാൾ ഉപരിയായി നമ്മുടെ മനസ്സിലായി തട്ടി നിൽക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ട് കടന്ന് വിശദീകരിക്കുന്നില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനിൽ ഖായിൽ. നിസ്കാരം കഴിഞ്ഞിട്ടാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു: മനിൽ ഖായിൽ, ആ പറഞ്ഞ ആളാരാ? കലിമത്തൻ കദാ വകദാ, ഈ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കതീറ വസുബ്ഹാനല്ലാഹി ബുക്റത എന്നിങ്ങനെ പറഞ്ഞില്ലേ, അതാരാ? അപ്പൊ ആ കൂട്ടത്തിലെ റജുലുൻ, ആ മനുഷ്യൻ പറഞ്ഞു: ഖാല അന യാ റസൂലുള്ളാഹ്, അല്ലാഹു റസൂലേ, ഞാനാണ് പറഞ്ഞത്. നീ വല്ല അബദ്ധോ തെറ്റോ കുറ്റോ അതിന്റെ പേരിൽ വല്ല ശാസനയോ ഒക്കെ കിട്ടുമെന്ന് പേടിച്ചു കുറച്ചിട്ടായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രത്യുത്തരം നൽകിയത്: ഖാല അജിബ്തു ലഹാ, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടു. റസൂലുള്ളാഹി അത്ഭുതപ്പെട്ടു പോയൊരു ദിക്ർ നമ്മളും അത്ഭുതപ്പെടുകയും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകയുമാണ്. എന്താ അത്ഭുതപ്പെടാനുള്ള കാരണം? ഫുതിഹത്ത് ലഹാ അബ്വാബുസ് സമാ, ആകാശത്തിന്റെ കവാടങ്ങൾ ആ ദിക്ർ പറഞ്ഞത് കേട്ടിട്ടു ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയുണ്ടായി. അത്രയധികം അത്ഭുതമുള്ള ഒരു ദിക്റാണ്. നമ്മുടെ നാവിൽ നിന്ന് ഒഴിയാതെ നമുക്കത് പറയേണ്ടതുണ്ട്. ജീവിതാവസാനം വരെ ഒരുപാട് ദിക്റുകളിലും ഫിക്റുമായി കഴിഞ്ഞുകൂടണം. മറ്റു ദുനിയാവിന്റെ ദിക്റും ഫിക്റും കൊണ്ട് ഒഴിവാക്കി കിട്ടണമെങ്കിൽ, അനാവശ്യമായ ദിക്റുകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ, മനസ്സിനൊരു സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹിനെ പറ്റിയുള്ള ദിക്ർ നാവുമ്പോൾ ഉണ്ടാവണം. അത് ഖുർആൻ സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സമാധാനം കിട്ടണോ, അള്ളാഹിനെ പറ്റിയുള്ള ദിക്ർ ഉണ്ടാവണം. ആ ദിക്ർ എപ്പോൾ ഇല്ലോ അവിടെ ശൈത്താൻ കയറിയിട്ട് പല ദിക്റുകൾ വേറെ കാണിച്ചു തരും. ദുന്യവിന്റെ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുകയും ദാക്കിറുകളുമായി ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അതിനുശേഷം ഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാം: ഫമാ തറക്തുഹുന്ന മുൻദു സമയത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ദാലിക. ഇത് പറഞ്ഞതിന് ശേഷം, ഇത് കേട്ടതിന് ശേഷം പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ആ ദിക്ർ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള മരിക്കുന്നത് വരെ. നമുക്കും അങ്ങനെ ഒരു മഹാഭാഗ്യത്തിൻ്റെ ഉടമകളായി തീരേണ്ടതുണ്ട്. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും അവ ഇരുലോകത്തും മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും
ഈ മജ്ലിസിലുമുള്ള രോഗികളായ മുഴുവൻ ആളുകൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും ബേജാറും വെപ്രാളവും വേദനയും മാറ്റിവെച്ച് അഫ്ദലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും പ്രവിശാലമായ അള്ളാഹുവിന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ക്ലേശങ്ങളും അള്ളാഹു എത്രയും പെട്ടെന്ന് പരിഹരിച്ച് അവരെയും നമ്മെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫു സാലികളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.